അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. സോ നമ്മളിന്ന് കുറച്ച് സാഡ് ന്യൂസ് ഉണ്ട്. എൻ്റെ ഗോപ്രോയുടെ കാര്യത്തിലൊരു തീരുമാനമാവാറായി. ഞാൻ മെനങ്ങാന്നാണെങ്കിൽ എൻ്റെ ഫയൽസൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഗോപ്രോയുടെ ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ ഫയൽ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഗോപ്രോ സ്റ്റക്കായി. എന്ത് കാരണമാണ് സ്റ്റക്കായെന്ന് അറിയത്തില്ല. ബട്ട് ഇങ്ങനെ ഫ്രീസായിട്ട് ഇങ്ങനെ നിന്ന്, അത് സാധാരണ ഇങ്ങനെ ഫ്രീസ് ആകുമ്പോൾ ഞാൻ ബാറ്ററി ഊരി തിരിച്ചിടുകയാണ് പതിവ്. സോ ഇത്തവണ അതേപോലെ ഓപ്പൺ ചെയ്തിട്ട് ബാറ്ററി ഊരിട്ട് തിരിച്ചിടാൻ നോക്കിയപ്പം നമുക്ക് ബാറ്ററി ഊരി വരുന്നില്ല. ഞാനിപ്പം ഇതിപ്പോൾ എന്ത് പറ്റിയെന്ന് കുറച്ച് അതിനകത്ത് കിടന്ന് ഇങ്ങനെ പിടിച്ചൊക്കെ നോക്കി. ഇതിപ്പോൾ പിന്നെ എങ്ങനെയൊക്കെയോ ആ ബാറ്ററി ഊരി വന്നപ്പോൾ ഒരു കഷ്ടിച്ചാണ് ഊരി വന്നത്. ബാറ്ററി നോക്കിയപ്പം 9 മാസം പ്രഗ്നൻ്റ് ആയ കണക്ക് ബാറ്ററി നല്ല പെരുവിയിരിക്കുകയാണ്. സോ അങ്ങനെ ഈ ഗോപ്രോ ഞാൻ വാങ്ങിച്ചിട്ടൊരു 3-4 വർഷം ആവാറായി. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഇത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു 3-4 മാസമായി. ഗോപ്രോ ഹീറോ 9 ആണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഈ ഗോപ്രോ ഹീറോ 9 ഇറങ്ങിക്കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത് ചെന്ന് എടുക്കുന്നത്. പിന്നെ അന്നോട്ട് ഇന്ന് വരെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ചെറുതായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത്തവണ ഇതിങ്ങനെ എനിക്ക് ഒരു പ്രശ്നം അധികം വന്നിട്ടില്ല. ഇന്നിപ്പോൾ ഇത് ആദ്യമായിട്ടാണ്, അല്ല ഇടയ്ക്ക് ഒരു തവണ എന്തൊരു ഗോപ്രോ ഞാൻ അധികം യൂസ് ചെയ്യാത്ത സമയത്ത്, കൊറോണ സമയത്താണെന്ന് തോന്നുന്നു, ഇങ്ങനെ അധികം യൂസൊന്നും ചെയ്യാതെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ അന്നൊരു തവണ ഇങ്ങനെ ചീത്തായെന്നും പറഞ്ഞായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ അന്ന് ബാറ്ററി ഇല്ലാത്തത് കൊണ്ടായിരുന്നോ അതോ അധികം നാൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല, ഗോപ്രോ നല്ല എടുക്കാൻ ഓണാക്കാൻ പറ്റിയില്ല. പിന്നെ 2-3 ദിവസമൊക്കെ പിടിപ്പിച്ച് നോക്കിയപ്പോഴാണ് പിന്നെ ഓണായത്. സോ വീട്ടിൽ കളി അടക്കാം. ഓക്കെ. സോ അപ്പോൾ അങ്ങനെ പിന്നീട് എനിക്കിങ്ങനെ പണി വന്നില്ല. പിന്നെ ഇന്നലെ മെനങ്ങാന്ന് ഞാൻ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കിയപ്പം ഗോപ്രോ ഫ്രീസായി. അങ്ങനെ തുറന്ന് ബാറ്ററി ഊരി ഇട്ടപ്പോഴത്തേക്കും ബാറ്ററി നല്ല ഇങ്ങനെ പെരുവിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബാറ്ററി ഇനി അധികം നാളില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് റെക്കോർഡ് ആവുന്നുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ആവുന്നുണ്ടെന്നാണ് വിശ്വാസം. കാരണം എനിക്കിനി അധികം നാൾ ഉറപ്പില്ല ഇത് നിൽക്കുമെന്നുള്ള. സോ അപ്പോൾ ഇതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. സോ അങ്ങനെ തന്നെ. സോ ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ഇപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞാണ് ഞാൻ ഇട്ടത്. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഗോപ്രോ ചീത്താകത്തില്ല എന്ന് വിശ്വസിക്കാം. ഇതിൻ്റെ ഒരു ബാറ്ററി വാങ്ങാൻ തന്നെ ഓൾമോസ്റ്റ് 1000-1500 സംതിങ് ആവും. ഇതിൻ്റെ ഒരു ബൾക്കി ബാറ്ററിയാണ്. ഇപ്പം ഗോപ്രോ ഇത്ര ഉണ്ടെങ്കിൽ അതിൻ്റെ ബാറ്ററിയാണ് ഒട്ടുമുക്കാലും. ഒരു 75% അതിൻ്റെ ബാറ്ററിയുടെ സൈസാണ്. 75 അല്ല, ഒരു 60% ബാറ്ററിയുടെ സൈസാണ് ആ ഗോപ്രോയിൽ. പക്ഷേ ആകെ നമ്മൾ 1080p എല്ലാം ആണെങ്കിലും ഒരു 1.5 മണിക്കൂറൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. 4K ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. 4Kയിൽ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ കൂടിപ്പോയാൽ ഒരു 2 മണിക്കൂറാണ്, ഒരു 48 മിനിറ്റ്. അത് അത്ര കൂടുതൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇത് ആക്ഷൻ ക്യാമറ ആയതുകൊണ്ട് നമുക്ക് വണ്ടി ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത സമയം ഇത് ഓവർ ഹീറ്റ് ആവുന്ന പ്രശ്നങ്ങളുണ്ട്. സോ ഇത്ര തന്നെ നമുക്ക് പറയാനുള്ളത്. ഇതൊന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തവണ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. സോ ഇനി അധികം നാൾ എനിക്ക് ഗോപ്രോ ചീത്താണെങ്കിൽ ഇനി ഞാൻ ഫോണിൽ നിന്ന് മിക്കവാറും തുടങ്ങേണ്ടി വരും കേട്ടോ. സോ ഇത്ര തന്നെ. സോ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ.